കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നു. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മിഥുൻ ഇപ്പോഴും വെള്ളക്കെട്ടിന് നടുവിലാണ്. മുട്ടറ്റം വെള്ളമുള്ള ഒരിടത്ത് നിൽക്കുന്നു. ഇതെവിടെയാണ്? കോട്ടയത്തിൻ്റെ ആശങ്കകൾ ഒഴിവായി തുടങ്ങിയോ, ഒഴുകി തുടങ്ങിയോ? കൃഷ്ണരാജ്, ആശങ്കയുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ട്. ഇന്നലെ കണ്ട സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പുക്കര, അയ്മനം, ഇല്ലിക്കൽ, തിരുവാർപ്പ്, താഴത്തങ്ങാടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് കാണാനുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇല്ലിക്കലിലാണ്. ഇല്ലിക്കലിൽ ഏറ്റവും തീവ്രമായ വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശമാണ്. നമ്മൾ ഇന്നലെയും ഈ പ്രദേശത്ത് വന്നതാണ്. സമാന കാഴ്ച എന്ന് തന്നെ പറയാം. ഇന്നലെ കണ്ട കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ഈ വെള്ളക്കെട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ഇല്ലിക്കലിൽ വേളൂർ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇനി അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് വെള്ളമുണ്ടാകും. ഇന്നലെയും മുട്ടിന് മുകളിലേക്ക് ഈ ഭാഗങ്ങളിൽ വെള്ളമുണ്ടായിരുന്നു. ഒഴുകുന്ന വെള്ളമാണ്. മീനച്ചിലാറിൽ നിന്നുള്ള വെള്ളമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. സമീപത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തിയത് മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പരമാവധി വീട് ഉപേക്ഷിച്ച് മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലേക്കുമൊക്കെ പോയിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലുമൊക്കെ വീട് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ടെങ്കിൽ അത് മുകളിലത്തെ നിലയിലുമൊക്കെ ആയിരിക്കും. ആദ്യത്തെ നില പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ് ഈ വീട് ഭാഗങ്ങളും എല്ലാം ഉള്ളത്. കുമരകം, കോട്ടയം ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ചേർത്തലയിൽ നിന്നൊക്കെ ബസ്സുകൾ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് വീട്ടിലെ അവശ്യ വസ്തുക്കൾ മാറ്റിവെക്കുന്നതിനുമൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ ഭാഗത്തുണ്ട് ചില ആളുകളൊക്കെ. എങ്ങനെയുണ്ട്? വെള്ളം ഒഴിയുന്നുണ്ടോ? വെള്ളം ഒഴിയുന്നു. ഇപ്പം നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അവസ്ഥയിൽ വെച്ച് ഇപ്പം 2 ഇഞ്ചോളം നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ച് നോക്കുമ്പോൾ 2 ഇഞ്ച് കയറത്തോളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട്. വീണ്ടും മഴയില്ല, പക്ഷേ വെള്ളം കയറിയിട്ടുണ്ട്. ചിലപ്പോൾ മിക്കവാറും ഈരാറ്റുപേട്ട പാല ഭാഗത്ത് പെയ്യുന്ന വെള്ളത്തിൻ്റെ അങ്ങോട്ട് വരവായിരിക്കും ഇത് വരുന്ന വെള്ളമാണെന്നാണ് ഒരു. അതെ, അങ്ങനെയായിരിക്കും കണക്കൂട്ടൽ. ഭാഗത്തുള്ള ആളുകളെല്ലാം ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. NDRF ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകളുണ്ടോ? എന്താണ് അവസ്ഥ അവിടെ? ഇപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ വേറെ റൂമിലാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിന്നുള്ള പരിസരത്തുള്ള ആൾക്കാരെല്ലാം കുറേ മാറിയിട്ടുണ്ട്. വാഹന ഗതാഗതം ഈ പ്രദേശത്ത് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ജീപ്പാണ്. ജീപ്പ് പോലും എത്ര പണിപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള കാഴ്ച കാണാം. ബസ് കുമരകം, ചേർത്തല ഭാഗത്ത് നിന്ന് കോട്ടയത്തേക്ക് ബസ് സർവീസുള്ള പ്രധാനപ്പെട്ട പാതയാണ്. പക്ഷേ ബസ്സും 1-2 ബസ്സുകൾ മാത്രം ബസ് ഉടമകളുടെ സ്വന്തം റിസ്കിൽ മാത്രം വരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ചേർത്തല, കുമരകം ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ ഉള്ളതാണ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നത് കൊണ്ട് 1-2 ബസ്സുകൾ മാത്രം ഒറ്റപ്പെട്ട് ഈ പ്രദേശത്തൂടെ പോകുന്നത് കാണാം. പക്ഷേ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ടയറുകൾ മുഴുവൻ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ആഴം, വെള്ളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. ആ ജീപ്പ് അവിടെ നിൽക്കുന്ന ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ വെള്ളം എത്രമാത്രം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് കാണാവുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഇങ്ങനെ വെള്ളക്കെട്ട് ഒഴിയാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഈ കിഴക്കൻ മേഖലയിൽ, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഇറങ്ങുകയാണ്. ഈരാറ്റുപേട്ട, പാല മേഖലകളിൽ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങുന്നു. അവിടെ മഴ ശമിച്ചു, അവിടെ മഴയുടെ തീവ്രത കുറഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള വെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് എത്തുന്നത്. പടിഞ്ഞാറൻ മേഖല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇല്ലിക്കൽ, തിരുവാർപ്പ്, അയ്മനം, ആർപ്പുക്കര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ നിന്ന്, പാല, ഈരാറ്റുപേട്ട കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം എത്തുന്നു. പിന്നീട് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കായൽ ഭാഗത്തേക്ക്, കടലിലേക്ക് വെള്ളം പോകുന്നു എന്നുള്ള വിലയിരുത്തലാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ജലനിരപ്പ് ഉയരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ്. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും ഒരുപക്ഷെ ഈ പ്രദേശത്ത് ജലനിരപ്പ് ഇങ്ങനെ തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ വെള്ളപ്പൊക്ക ഭീഷണി ഇവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. വരും ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ നിന്ന് വെള്ളമൊഴിഞ്ഞ് പോവുകയുള്ളൂ. അതിന് മിനിമം 5 ദിവസമെങ്കിലും എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. സാധാരണഗതിയിലേക്ക് ഈ പ്രദേശം വരണമെങ്കിൽ, വീടുകളിൽ നിന്ന് വെള്ളം പോകണമെങ്കിൽ, വെള്ളക്കെട്ട് ഒഴിയണമെങ്കിൽ 5 ദിവസമെങ്കിലും ഇനിയും എടുക്കും. അത് മഴ ഉണ്ടാകരുത്. കിഴക്കൻ മേഖലയിൽ, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടാകരുത്. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ 5 ദിവസത്തിന് ശേഷം ഇവിടെ പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പ്രദേശവാസികൾക്കുള്ളത്. എന്തായാലും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ്. ഏകദേശം ഭൂരിഭാഗം ആളുകളും ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ആളുകളുണ്ടെങ്കിൽ അത് മുകളിലത്തെ നിലയിൽ മാത്രം സുരക്ഷിതമായി ഇരിക്കുന്നുള്ള ആളുകൾ മാത്രമാകും ഉണ്ടാവുക. അവശ്യ വസ്തുക്കളൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ
സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു വെള്ളം ഇരച്ചെത്തിയത് ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മുൻകരുതൽ എടുക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. 115 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഇന്ന് രാവിലെ വരെയുള്ള കണക്ക് പ്രകാരം കോട്ടയം ജില്ലയിൽ തുറന്നിരിക്കുന്നത്. 3500-ലധികം ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ. എല്ലാ അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നു. മഴ ശമിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടവും വിലയിരുത്തലുകൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ കാണാം, ഒരു ബസ് വരുന്ന ദൃശ്യം കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം തിരുവാർപ്പ് കുമരകം ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുണ്ട്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കോട്ടയം ടൗണിലേക്കൊക്കെ ആളുകൾക്ക് പോകേണ്ട ഒരു പ്രധാന പാതയും കൂടിയാണ്. അങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് പോകുന്ന ചുരുക്കം ചില ബസ്സുകളിൽ ഒന്നാണ്. ബസ് വളരെ പണിപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആ കാഴ്ചയിൽ നിന്ന് തന്നെ ദൃശ്യമാണ്. അങ്ങനെ ചില ചുരുക്കം ബസ്സുകൾ മാത്രം ഈ ഭാഗം വഴി സർവീസ് നടത്തുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ പോലും മുന്നോട്ട് നീക്കിയാൽ ഒരുപക്ഷെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിന്ന് പോകുന്ന, ഓഫായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വാഹനങ്ങൾ, കാറുകൾ ഒക്കെ പോകുമ്പോൾ പ്രദേശവാസികൾ, ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, സ്വന്തം റിസ്കിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. NDRF രക്ഷാപ്രവർത്തനം ഇന്നലെ നടത്തിയ പ്രദേശവുമാണിത്. പരമാവധി കുടുങ്ങിക്കിടന്ന, ഒറ്റപ്പെട്ടു പോയ വീടുകളിലെ ആളുകളെയെല്ലാം ഇന്നലെ തന്നെ NDRF സംഘം പുറത്തെത്തിച്ച് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന കാഴ്ച കണ്ടത്. എങ്ങനെയുണ്ട്? വെള്ളം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ഇറക്കമൊന്നുമില്ല. ഇല്ല, പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറി. പുറത്തേക്കൊന്ന് പോയതായിരിക്കും. പുറത്ത് സാധനം വാങ്ങി, ഇവിടെ കടകളൊന്നുമില്ല. ആവശ്യ വസ്തുക്കൾ കിട്ടാനും ബുദ്ധിമുട്ട്. അതായത് ഈ മറ്റ് പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ എത്തിക്കുന്നില്ല അങ്ങനെ സംഭവം? ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. എന്താണ് അവസ്ഥ അവിടെ ഇങ്ങോട്ടൊക്കെ? ഭയങ്കര വെള്ളമാണ്. വെള്ളം കുറയുന്നില്ല അല്ലേ? വെള്ളം കുറയുന്നില്ല. ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് 2 പേര് കുരുങ്ങി കിടക്കുമായിരുന്നു. ആഹാരം മേടിച്ചു കൊടുക്കും. ഞാൻ റീച്ച് വേർഡിൻ്റെ ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. സന്നദ്ധ പ്രവർത്തനാണ്, കൊടുത്തു. സുരക്ഷിതരാണോ അവിടെ? സുരക്ഷിതരാണ്. അവിടെ ആരെങ്കിലുമൊക്കെ, വേറെ ആളുകളൊക്കെ അങ്ങനെ പ്രശ്നമുണ്ടോ? ഒത്തിരി ആൾക്കാരുണ്ട്. ഭയങ്കര വെള്ള, ഒത്തിരി പേര് ആഹാരം കിട്ടാതെ ഇരിപ്പുണ്ട്. വേറെ പാടാറ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ? പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മുട്ടിന് അടുത്ത് വരെ വെള്ളമുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്ര ആരോളം വെള്ളമുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന അതേ അവസ്ഥ. കോട്ടയത്ത് പലയിടത്തും വെള്ളക്കെട്ടാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.